നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. നഗരസഭാ ചെയർമാൻ സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടണമെന്ന CPM നിർദ്ദേശം തള്ളി തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ്. രാജിവെച്ചാൽ താൻ അഴിമതിക്കാരനെന്ന് മുദ്ര കുത്തപ്പെടും. രാജിവെക്കാതെ നിരപരാധിത്വം തെളിയിക്കുമെന്നും സനീഷ് ജോർജ്. അതേസമയം CPM സനീഷ് ജോർജിന് സംരക്ഷണം ഒരുക്കുകയാണെന്ന കോൺഗ്രസ്. ആസ്പിരേഷണൽ ബ്ലോക്ക് പദ്ധതിയുടെ ഭാഗമായി ദേവികുളം അഴുത ബ്ലോക്കുകളിൽ നടപ്പിലാക്കുന്ന സമ്പൂർണത അഭിയാന്റെ ജില്ലാതല ഉദ്ഘാടനം ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നടന്നു. നീതി ആയോഗ് യങ് പ്രൊഫഷണൽ ദാമിനി യാദവ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സമ്പൂർണത അഭിയാൻ പദ്ധതിക്ക് രൂപം നൽകിയത് 6 ഘടകങ്ങൾ മാനദണ്ഡമാക്കി 3 മാസത്തിനുള്ളിൽ ലക്ഷ്യം നേടുന്നതിന്. ഒഴിപ്പിക്കൽ നടപടികൾക്ക് പിന്നാലെ പൂപ്പാറയിൽ വീണ്ടും വിവാദങ്ങൾ. ഓട്ടോ സ്റ്റാൻഡ് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി വ്യാപാരികൾ കോടതിയെ സമീപിച്ചതോടെ ജീവിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യവുമായി ഓട്ടോ തൊഴിലാളികൾ. മൂന്നാർ ടൗണിലും പരിസര പ്രദേശങ്ങളിലും തെരുവ് നായ ശല്യം രൂക്ഷം. നായ്ക്കൾ ഭീതി പടർത്തി അലഞ്ഞു നടക്കുന്നത് രാപ്പകൽ വ്യത്യാസമില്ലാതെ. നായ്ക്കൾ ഇരുചക്ര വാഹനങ്ങൾക്ക് കുറുകെ ചാടുന്നത് അപകട സാധ്യത ഉയർത്തുന്നു. വിശദമായ വാർത്തകളിലേക്ക്. നഗരസഭാ ചെയർമാൻ സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടണമെന്ന CPM നിർദ്ദേശം തള്ളി തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ്. രാജിവെച്ചാൽ താൻ അഴിമതിക്കാരനെന്ന് മുദ്ര കുത്തപ്പെടും. രാജിവെക്കാതെ നിരപരാധിത്വം തെളിയിക്കുമെന്നും സനീഷ് ജോർജ് പറഞ്ഞു. അതേസമയം CPM സനീഷ് ജോർജിന് സംരക്ഷണമൊരുക്കുകയാണെന്ന ആരോപണവുമായി കോൺഗ്രസും രംഗത്തെത്തി. സ്വകാര്യ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുവാൻ നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് കൈക്കൂലി നൽകണമെന്ന് പ്രേരിപ്പിച്ചതിനാണ് തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജിനെ 2ാം പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തത്. മുനിസിപ്പൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ CT അജിയെയും ഇടനിലക്കാരൻ റോഷനെയും 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് പിടികൂടുകയായിരുന്നു. 1ഉം 3ഉം പ്രതികളായ ഇവർ റിമാൻഡിലാണ്. ചെയർമാൻ പ്രതിസ്ഥാനത്തെത്തിയതോടെ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധം കടുപ്പിച്ചു. ഇതോടെ രാജിവെച്ചൊഴിഞ്ഞ അന്വേഷണം നേരിടാൻ സനീഷിന് CPM നിർദ്ദേശം നൽകി. എന്നാൽ രാജിവയ്ക്കില്ലെന്ന നിലപാടിലാണ് സനീഷ്. പാർട്ടി പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമുക്കറിയാലോ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണങ്ങൾ ഇങ്ങനെ വരുന്ന സ്ഥിതിക്ക് പാർട്ടിക്ക് ആ ഒരു നിലപാടെടുക്കാനേ സാധിക്കൂ. കാരണം അല്ലെ പാർട്ടിയെ അത് വളരെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യം പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാജിവെക്കുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ഒരു പൊതുവായൊരു സംവിധാനമുണ്ട്. നമ്മളൊരു സ്വതന്ത്ര നിലപാട് ജയിച്ചു വന്നതാണ്. അതുമല്ല കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് തൊടുപുഴയിലെ എൻ്റെ പ്രവർത്തന മേഖലയിൽ അല്ലെങ്കിൽ ഈ നഗരത്തിലെ വിവിധ ആളുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാൻ സാധിക്കും, യാതൊരുവിധ അഴിമതിയോ മറ്റു കാര്യങ്ങളോ നിലവില്ല. നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒറ്റ വ്യവസായ പ്രമുഖർ, അതുപോലെ തന്നെ കോൺട്രാക്ടർമാർ, കരാറുകാർ, ഒരുപാട് ആളുകൾ നമ്മളെ കഴിഞ്ഞ 3-4 വർഷക്കാലമായിട്ട് ദൈനംദിനം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആരോടൊരു പണം ആവശ്യപ്പെട്ടുവെന്നോ അല്ലെങ്കിൽ കൈക്കൂലിക്കാരനാണെന്നോ ആരുടെ പണം ചോദിച്ചതായിട്ട് നാളിതുവരെ നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് അന്വേഷണം നോക്കാം. തൊടുപുഴയിൽ എനിക്കെതിരെ ആരോപണം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് സുതാര്യമായി അന്വേഷിക്കണം, അന്വേഷിച്ച് എൻ്റെ സത്യസന്ധത കണ്ടെത്തണം. ഞാൻ നിലവിൽ ഈ ആരോപണത്തിന് കേൾക്കുമ്പോൾ തന്നെ നമ്മളത് രാജിവെക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ അതിൻ്റെ അകത്ത് തെറ്റുകാരനാണെന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്നു. എൻ്റെ സത്യസന്ധത തെളിയിക്കേണ്ടത് എൻ്റെ മാത്രം ആവശ്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്നൊരു യോഗത്തിൽ ജില്ലാ നേതൃത്വവും അല്ലെങ്കിൽ പ്രാദേശിക നേതൃത്വവും നിലവിലെ ഈ പ്രതിസന്ധി മറികടക്കണമെങ്കിൽ ചെയർമാൻ രാജിവെച്ച് മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ അതിനോട് എനിക്ക് യോജിപ്പില്ലായിരുന്നു. കൈക്കൂലി കേസിൽ സനീഷ് രാജിവെക്കും വരെ പ്രതിഷേധം തുടരാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ചെയർമാന്റെ രാജി CPM ആവശ്യപ്പെടുന്നതും രാജിവെക്കുവാൻ ചെയർമാൻ തയ്യാറാകാത്തതും ഒത്തുകളിയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. അഴിമതി കേസിൽ യഥാർത്ഥത്തിൽ മുനിസിപ്പൽ ചെയർമാനോടൊപ്പം തന്നെ CPM പാർട്ടിയുടെ നേതാക്കന്മാരും തുല്യ പങ്കാളിത്തമുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ കോൺഗ്രസ് ആരോപിക്കുന്നത്. നേതാക്കന്മാരുടെ അറിവില്ലാതെ സ്വന്തം നിലയിൽ ചെയർമാന് ഇത്രയും വലിയ അഴിമതികൾ നടത്തുവാൻ സാധിക്കുകയില്ല. ഈ 2 ദിവസം അവിടെ തുടർച്ചയായിട്ടുണ്ടായിട്ടും എന്തുകൊണ്ട് ആരോപണ വിധേയനായ സനീഷ് ജോർജിനെ വിജിലൻസിന് കൈമാറാത്തത് ഒരു ദുരൂഹതയാണ്. അതൊന്ന് അന്വേഷിക്കേണ്ട. ഇത്രയും പ്രമാദമായൊരു കേസിൽ അതും തൊടുപുഴ പോലെയുള്ള ഒരു മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ
അഴിമതിക്ക് വിധേയനായി ആരോപിക്കപ്പെട്ടിട്ട് ഹൈക്കോടതിയിൽ ചെല്ലുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഗവൺമെൻറ് പ്രോസിക്യൂട്ടർ വളരെ നിസ്സംഗതയോടുകൂടിയാണ് ഈ കേസ് കൈകാര്യം ചെയ്തതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അവിടെ ഇതിന് ജാമ്യം ഒരു ഇടക്കാല ജാമ്യമാണെങ്കിൽ പോലും കോടതിയിൽ നിന്ന് കിട്ടാൻ യാതൊരു സാഹചര്യവുമില്ല. പ്രത്യേകിച്ച് അഴിമതി കേസായതുകൊണ്ട് നമുക്കറിയാം, ഡൽഹിയിൽ കേജ്രിവാൾ വരെ അകത്ത് കിടക്കുക. പല പ്രമാണിമാരും പല ദേശീയ തലത്തിലുള്ള ഒട്ടേറെ ആളുകൾ ചെറുതും വലുതുമായ ഇത് സമാനമായ കേസുകളിൽ അകത്ത് കിടക്കുമ്പോൾ ഇത് പ്രോസിക്യൂട്ടർ മനഃപൂർവ്വമായിട്ട് ഒഴിവായി നിന്നത് തൊടുപുഴയിലെ പാർട്ടി നേതാക്കന്മാരുടെ ഒരു താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച സനീഷ് ഇടതുമുന്നണിയുടെ പിന്തുണയോടെയാണ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അതിനാൽ തന്നെ രാജിവെക്കില്ലെന്ന സനീഷിന്റെ തീരുമാനത്തിൽ ഇടത് കൗൺസിലർമാർക്കും കടുത്ത അതൃപ്തിയുണ്ട്. ആസ്പിരേഷണൽ ബ്ലോക്ക് പദ്ധതിയുടെ ഭാഗമായി ദേവികുളം അഴുത ബ്ലോക്കുകളിൽ നടപ്പാക്കുന്ന സമ്പൂർണ്ണതാ അഭിയാന്റെ ജില്ലാതല ഉദ്ഘാടനം ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നടന്നു. നീതി ആയോഗ് യങ് പ്രൊഫഷണൽ ദാമിനി യാദവ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. 6 ഘടകങ്ങൾ മാനദണ്ഡമാക്കി 3 മാസത്തിനുള്ളിൽ ലക്ഷ്യം നേടുന്നതിനാണ് സമ്പൂർണ്ണതാ അഭിയാൻ പദ്ധതിക്ക് രൂപം നൽകിയത്. 6 ഘടകങ്ങൾ മാനദണ്ഡമാക്കി 3 മാസത്തിനുള്ളിൽ ലക്ഷ്യം നേടുന്നതിനാണ് സമ്പൂർണ്ണതാ അഭിയാൻ പദ്ധതിക്ക് രൂപം നൽകിയത്. ഭാവി തലമുറയെ മുൻനിർത്തിയാണ് പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം നീതി ആയോഗ് യങ് പ്രൊഫഷണൽ ദാമിനി യാദവ് നിർവഹിച്ചു. ആസ്പിരേഷണൽ ബ്ലോക്ക് പദ്ധതിയുടെ ഭാഗമായി ദേവികുളം അഴുത ബ്ലോക്കുകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുൺ എസ് നായർ പറഞ്ഞു. നീതി ആയോഗിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആസ്പിരേഷണൽ ബ്ലോക്ക് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇടുക്കി ജില്ലയിലെ അഴുത ദേവികുളം ബ്ലോക്കുകളെ തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഉള്ള ആകെയുള്ള 39 ഇൻഡിക്കേഷനുകളിൽ 6 ഇൻഡിക്കേഷനുകളിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് സമ്പൂർണ്ണ അഭിയാൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനമാണ് ഇന്ന് ഇടുക്കിയിലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പൈനാവിൽ വെച്ചിട്ട് നടന്നത്. ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ പ്ലാനിംഗ് ഓഫീസും അതുപോലെ നീതി ആയോഗിന്റെ പ്രതിനിധിയും എല്ലാം ചേർന്നിട്ടുള്ള ഒരു ചടങ്ങായിരുന്നു അത്. ദേവികുളത്തും അതുപോലെ തന്നെ അഴുതയിലും വരുന്ന ദിവസങ്ങളിൽ ബ്ലോക്ക് തല പരിപാടികൾ ഉണ്ടായിരിക്കും. തുടർന്ന് ഉള്ള 3 മാസങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ 6 ഇൻഡിക്കേറ്ററുകൾ 100% എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ഇതിന് പിന്നിലുള്ളത്. അപ്പോൾ സർക്കാരും അതുപോലെ തന്നെ സ്വകാര്യ സ്ഥാപനങ്ങളും പൊതുജനങ്ങളും എല്ലാവരും ചേർന്നുള്ള ഈ ഒരു പദ്ധതിയുടെ പൂർണ്ണമായിട്ടുള്ള ഒരു വിജയത്തിന് വേണ്ടിയുള്ള ഒരു തുടക്കമാണ് ഇന്നിവിടെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് എല്ലാവിധ ഭാവങ്ങളും കൂടി നേരുകയാണ്. സമ്പൂർണ്ണത അഭിയാൻ പ്രതിജ്ഞയും സബ് കളക്ടർ ചൊല്ലിക്കൊടുത്തു. ജില്ലാ ഡെപ്യൂട്ടി പ്ലാനിംഗ് ഓഫീസർ GT ഷിബു മുഖ്യപ്രഭാഷണം നടത്തി. ദേവികുളം ബ്ലോക്ക് ആസ്പിരേഷണൽ പ്രോഗ്രാം ഫെലോ ടെസ് ജോർജ്, അഴുത ബ്ലോക്ക് ഫെലോ VP പ്രകാശ്, സ്കൂൾ പ്രിൻസിപ്പൽ ദിവ്യ ജോർജ്, പൈനാവ് കേന്ദ്രീയ വിദ്യാലയം പ്രിൻസിപ്പൽ NC പ്രമോദ്, ജില്ലാ ആസൂത്രണ വിഭാഗം റിസർച്ച് അസിസ്റ്റന്റ് PK മധു, റിസർച്ച് ഓഫീസർ രാജാറാം എന്നിവർ പങ്കെടുത്തു. പരിപാടിയിൽ വെച്ച് പോസ്റ്റർ രചനാ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും ദാമിനി യാദവ് നിർവഹിച്ചു. ഒഴിപ്പിക്കൽ നടപടികൾക്ക് പിന്നാലെ പൂപ്പാറയിൽ വീണ്ടും വിവാദങ്ങൾ. ഓട്ടോ സ്റ്റാൻഡ് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി വ്യാപാരികൾ കോടതിയെ സമീപിച്ചതോടെ ജീവിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യവുമായി ഓട്ടോ തൊഴിലാളികൾ രംഗത്തെത്തി. പൂപ്പാറ ടൗണിൽ നെടുങ്കണ്ടം പാതയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഓട്ടോ സ്റ്റാൻഡ് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യവുമായാണ് വ്യാപാരികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൂപ്പാറ യൂണിറ്റിന്റെ സഹായത്തോടെ 5ഓളം വ്യാപാരികളാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നിലവിലെ ഓട്ടോ സ്റ്റാൻഡ് നിലനിർത്തണമെന്നും ജീവിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യവുമായിട്ടാണ് തൊഴിലാളികളും രംഗത്തെത്തിയിരിക്കുന്നത്. നിലവിൽ കേരളം മൊത്തത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ബസ് സ്റ്റാൻഡിന്റെ അടുത്താണ് ഓട്ടോ സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത്. അല്ലാണ്ട് ഓട്ടോ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൽ നിന്ന് അകന്ന് പ്രവർത്തിച്ചുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അതുകൊണ്ട് ഞങ്ങൾ 10-26 വർഷമായിട്ട് ഈ സ്റ്റാൻഡിൽ കിടന്നാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്, 10-30 ഡ്രൈവർമാർ. അപ്പം ഞങ്ങൾക്ക് നിലവിൽ ഈ സ്റ്റാൻഡ് തന്നെ ഞങ്ങൾക്ക് അനുവദിച്ച് തരണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് ആരെ ഉപദ്രവിക്കാനോ ദ്രോഹിക്കാനോ കേസുമായിട്ട് ഞങ്ങൾ പോകുന്നില്ല. ഞങ്ങൾ കാലകാലമായിട്ടോ ഞങ്ങളുടെ ഉപജീവന മാർഗമായിട്ട് ഞങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റാൻഡ് ഞങ്ങൾക്ക് മാറ്റി സ്ഥാപിക്കാണ്ട് ഞങ്ങൾക്ക് അവിടെ തന്നെ നിലനിർത്തി തരണമെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. 1998 കാലം മുതൽ പ്രവർത്തിച്ചു വരുന്ന ഓട്ടോ സ്റ്റാൻഡാണിതെന്നും 30ഓളം തൊഴിലാളികളുടെ ജീവിത മാർഗമാണെന്നും തൊഴിലാളികൾ പറയുന്നു. ഞങ്ങളുടെ പ്രശ്നം 30 വർഷമായിട്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകളാണ് ഈ നിൽക്കുന്നവരെല്ലാവരും. ഈ 30 വർഷമായിട്ട് ഇവിടെ വാഹനം ഓടിച്ചുകൊണ്ടിരുന്നിട്ട് ആർക്കും ഒരു തടസ്സമില്ലായിരുന്നു.
ഇപ്പോൾ ഓട്ടോറിക്ഷ ഇട്ടുകൊണ്ടിരിക്കുന്നിടത്തേക്ക് ആളുകൾ പുതിയ ബിൽഡിങ്ങുകൾ പണിത് സൈഡിൽ കോൺക്രീറ്റ് ചെയ്ത് ഇപ്പം ഞങ്ങൾക്ക് വണ്ടി ഇടാൻ പോലും സ്ഥലമില്ലാത്തൊരവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അധികാരികൾ ഇതിനിടയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾക്ക് നമ്പർ തന്നിട്ടുണ്ട്, പഞ്ചായത്തിൽ നിന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഇതുവരെ ഒരു നടപടിയും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പം അവർ വ്യാപാരികളും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സംസ്ഥാനപാത കയ്യേറി സമീപകാലത്ത് കെട്ടിടങ്ങൾ നിർമ്മിച്ചതിനെ തുടർന്നാണ് ഓട്ടോ സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഇല്ലാതായതെന്ന് തൊഴിലാളികൾ ആരോപിക്കുന്നു. இத்தனை வருஷம் இல்லாத வண்டிகளை மாற்றி போட்டு இது பண்ணதை இப்போ மாற்றி போட சொல்கிறாங்க. அதை ஹைகோடதியில் எங்கள் மேலே கேஸ் கொடுத்துருக்காங்க வண்டியை மாற்றி போட சொல்லி. நாங்கள் இந்த வண்டி தொழிலை வச்சு தான் எங்கள் ஜீவிதமே நடந்து போய்கிட்டு இருக்கு. இங்கே இருக்க வியாபாரி சங்கம் ஒவ்வொருத்தர் கட்டடமும் மெயின் ரோட்டில் இறக்கி வச்சு கட்டி ஸ்லாபை வார்த்தும் செப்டி குழி இது பண்ணனால தான் இந்த ரோடெல்லாம் வண்டியெல்லாம் ரோட்டில் வர ஆயிடுச்சு. இவங்க செய்கிற தப்பை மறைச்சிட்டு எங்கள் மேலே வண்டியை மாற்றி போடுறதுக்கு சொல்லி இவங்க எங்கள் மேலே கேஸ் கொடுத்துருக்காங்க. அதனால் தயவுசெய்து இந்த கேஸ் வந்து எங்களுக்கு சாதகமாக வரணும் அப்படின்றதுக்கு வேண்டி நான் எல்லாருக்கும் முன்னாடி சொல்கிறேன். വ്യാപാരികളുടെ നിലപാടിനെ നിയമപരമായി നേരിടാനാണ് തൊഴിലാളികളുടെ തീരുമാനം. അതേസമയം ഗ്രാമപഞ്ചായത്ത് ഇതുവരെയും ചർച്ചയ്ക്ക് മുൻകൈ എടുത്തിട്ടില്ല. 11-ാം തീയതിക്കുള്ളിൽ റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത പൂപ്പാറയിലെ കടമുറികൾ പൊളിച്ചു നീക്കണമെന്ന ഉത്തരവിന് പിന്നാലെയാണ് പുതിയ വിവാദം ഉടലെടുത്തിരിക്കുന്നത്. മൂന്നാർ ടൗണിലും പരിസര പ്രദേശങ്ങളിലും തെരുവ് നായശല്യം രൂക്ഷം. രാപ്പകൽ വ്യത്യാസമില്ലാതെ നായ്ക്കൾ ഭീതി പടർത്തി അലഞ്ഞു നടക്കുന്ന സ്ഥിതിയുണ്ട്. നായ്ക്കൾ ഇരുചക്ര വാഹനങ്ങൾക്ക് കുറുകെ ചാടുന്നത് അപകട സാധ്യത ഉയർത്തുന്നു. വിനോദസഞ്ചാരികളടക്കം ദിവസവും ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന മൂന്നാർ ടൗണിലും പരിസര പ്രദേശങ്ങളിലും തെരുവ് നായ്ക്കളുടെ സാന്നിധ്യം വർദ്ധിക്കുകയാണ്. രാപ്പകൽ വ്യത്യാസമില്ലാതെ നായ്ക്കൾ വിലസാൻ തുടങ്ങിയതോടെ ആളുകളിൽ ഭീതിയും വർദ്ധിച്ചു. രാത്രികാലത്തും പുലർച്ചെയുമൊക്കെ നായ്ക്കൾ വല്ലാത്ത ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന സ്ഥിതിയുണ്ട്. ഈ സമയങ്ങളിൽ കാൽനട യാത്രികർ ഭയപ്പാടോടെയാണ് സഞ്ചരിക്കുന്നത്. നായ്ക്കൾ ഇരുചക്ര വാഹനങ്ങൾക്ക് കുറുകെ ചാടുന്നത് അപകട സാധ്യത ഉയർത്തുന്നതായി പ്രദേശവാസികൾ പറയുന്നു. தெருநாய்கள் அநியாய சல்லியம், வர வண்டிகளெல்லாம் முன்னால் மாட்டி படுத்துக்கிறது, வண்டிக்கு அடியில் படுத்துக்கிறது, வண்டிக்கு உள்ளெல்லாம் வண்டி படுத்து பைக்குகளுக்கெல்லாம் போக விடாமல் இடைஞ்சலாக இருக்குது. பைக்கில் வந்தவங்களாம் ஆக்சிடென்ட் ஆகக்கூடிய இருக்குது. அதில் 1-2 நாய் வெறி நாய்கள் இருக்குது, சீக்காக இருக்குது. அது கடிக்கும்னு சொல்லி ஆளுகள்லாம் ரொம்ப பயந்து போயிட்டுருக்காங்க. இது ஒரு நல்ல நடவடிக்கை எடுத்து இந்த நாய்கள்லாம் பிடிச்சி தனியாக அங்கேயா கொண்டு விடுறதுக்குள்ள ஏற்பாடு செய்யணும்னு சொல்லி 3 கிராம பஞ்சாயத்துக்கும் தெரியப்படுத்திக்கிறேன். പലപ്പോഴും കൂട്ടമായി നടക്കുന്ന തെരുവ് നായ്ക്കൾ കൂടുതൽ അക്രമകാരികളാകുന്നത് പതിവാണ്. തുരത്തി ഓടിക്കാൻ ശ്രമിച്ചാൽ പിന്തിരിയാതെ ആളുകൾക്ക് നേരെ പലപ്പോഴും കൂട്ടമായി നടക്കുന്ന നായ്ക്കൾ പാഞ്ഞെടുക്കുന്ന സ്ഥിതിയുള്ളതായും പ്രദേശവാസികൾ പറഞ്ഞു. பைக்கு பின்னால் உள்ள ஆக்சிடென்ட் ஆகி அது அந்த அளவுக்கு இருக்குது. திருப்பி கை ஒடிஞ்சு கால் ஒடிஞ்சு ஒரு வங்கு குத்து மாதிரி ஆகுது. அதனால ஆளுகளுக்கு சீக்கு வரும், அந்த மாதிரி ஒரு சிச்சுவேஷன் இருக்குது. அதனால் எப்படியா பஞ்சாயத்து நீங்கள் ரெடி பண்ணி எப்படியா அந்த நாயை ஒடிக்கிறதுக்குள்ள வழி பண்ணால் தான் ஓரளவுக்கு நாங்கள் ஒரு மாதிரிப்பட்டது தப்பிக்க முடியும். அந்த அளவுக்கு இதெல்லாம் இருக்குது. பொம்பளை ஒத்த நிச்சயங்களும் வந்து கடிக்க ஓடுது, ஒரு பையில கயிறு கறி இந்த மாதிரி வாங்கிட்டு போனால் பின்னாலே ஓடியாடுது, விரட்டுது, இந்த மாதிரி நிறைய ப்ராப்ளம் இருக்குது. സ്ത്രീകളും പ്രായമായവരും കുട്ടികളുമൊക്കെയാണ് തെരുവുനായ ശല്യം വർദ്ധിച്ചതിന്റെ പ്രയാസം കൂടുതലായി അനുഭവിക്കുന്നത്. തെരുവുനായ്ക്കളെ പ്രതിരോധിക്കാൻ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന പരാതി ഉയരുന്നുണ്ട്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം സഞ്ചാരികൾ വന്നു പോകുന്ന പ്രദേശം എന്ന നിലയിൽ മൂന്നാറിലെ തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. കുമളി ആനവിലാസം ശാസ്താനടയിൽ ലോഡുമായി എത്തിയ ടോറസ് മറിഞ്ഞ അപകടം. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയാണ് പോണ്ടിച്ചേരിയിൽ നിന്നും കമ്പിയുമായി കട്ടപ്പനയിലേക്ക് വരികയായിരുന്ന വാഹനം നിയന്ത്രണം വിട്ടുമറിഞ്ഞത്. അപകടത്തിൽ വാഹനത്തിലുണ്ടായിരുന്ന പോണ്ടിച്ചേരി സ്വദേശികളായ കുമാർ, രാജ എന്നിവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വാഹനം മരത്തിൽ ഇടിച്ചു നിന്നതിനാൽ കൂടുതൽ താഴ്ചയിലേക്ക് പതിച്ചില്ല. വാഹനത്തിലുണ്ടായിരുന്ന പോണ്ടിച്ചേരി സ്വദേശികളായ ഡ്രൈവർ രാജ, സഹായി കുമാർ എന്നിവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇതേ സ്ഥലത്ത് ഇതിനു മുമ്പും നിരവധി അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ളതായി കട്ടപ്പന നഗരസഭാ കൗൺസിലർ തങ്കച്ചൻ പുരയിടം പറഞ്ഞു. ഈ റോഡിന്റെ നിർമ്മാണത്തിൽ ഒരുപാട് ദേശീയപാതയാണെങ്കിൽ ഒരുപാട് അപകടങ്ങളും, കാരണം വളവുകൾ കൂർക്കുകയോ വീതി കൂട്ടേണ്ട സ്ഥലങ്ങളൊന്നും വീതി കൂട്ടിയിട്ടോ ഇല്ല. ഒരു ലോറി അല്ലെ ഒരു ബസ് വന്നാൽ നമ്മുടെ ഈ ആനവിലാസം, കടമാക്കുഴി അല്ലെ രുദ്രപ്പാറ ഈ ഭാഗങ്ങളൊക്കെ ഒരു ലോറിയോ ഒരു ബസ്സോ വന്നാൽ മറ്റ് വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാൻ സൗകര്യം വളരെ കുറവാണ്. എന്താണേലും ഈ റോഡ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അപാകതകളുണ്ട്. അത് തീർച്ചയായിട്ടും അത് പരിഹരിച്ചില്ലെങ്കിൽ
ഇനി വരുന്ന നാളുകളിലും, കാരണം വാഹനം അതുപോലെ പെരുകിയിട്ടുണ്ട്. വാഹനാപകടങ്ങൾ കൂടുക ഉള്ളൂ, കുറയല്ല. അടിമാലി കുമളി ദേശീയപാതയുടെ ഭാഗമായ വള്ളക്കടവ് ആനവിലാസം റോഡിൽ മതിയായ വീതിയില്ലാത്തത് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. ഒപ്പം വലിയ വളവുകളും കൃത്യമായ സൂചനാ ബോർഡുകളുടെ അഭാവവും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. നീറ്റ് പരീക്ഷയിലുണ്ടായ ക്രമക്കേടിനെതിരെ SFI പ്രവർത്തകർ കട്ടപ്പന പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. SFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി അരുൺകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു. നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നതിലൂടെ സാധാരണ വിദ്യാർത്ഥികളാണ് വലഞ്ഞത്. കുട്ടികളുടെ ഭാവി അവതാളത്തിലാക്കുന്ന നടപടിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് SFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി അരുൺകുമാർ പറഞ്ഞു. രാജ്യത്തെ അടിസ്ഥാന വർഗത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ അവരുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങളുടെ കഴുത്തിന് കത്തിവെക്കുന്ന നിലപാടാണ് രാജ്യം ഭരിക്കുന്ന ഭരണകൂടം തന്നെ മുമ്പോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആശങ്കപ്പെടുത്തുന്നത്. നോക്കൂ, നീറ്റ് പരീക്ഷ ഉൾപ്പെടെയുള്ള പരീക്ഷകൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പ്രധാനപ്പെട്ട BJPയുടെ നേതാക്കൾ അവരുടെ ടെസ്റ്റിംഗ് ഏജൻസി അടക്കം ഉള്ള ക്യാമ്പസുകൾക്കകത്ത് കൃത്യമായിട്ടും ഈ ചോദ്യപേപ്പർ ചോരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. രാജ്യത്തെ ഏറ്റവും താഴേക്കിടയിലുള്ള വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ സ്വപ്നമായിട്ടുള്ള അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകൾ പോലും ഈ തരത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പരീക്ഷയിൽ ക്രമക്കേട് നടന്നതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക, പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യം ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് കട്ടപ്പനയിൽ SFI പോസ്റ്റ് ഓഫീസ് ഉപരോധം സംഘടിപ്പിച്ചത്. ഉപരോധത്തിന് മുന്നോടിയായി ടൗണിൽ പ്രകടനവും നടന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ശരത് പ്രസാദ്, അഖിൽ ബാബു, ജില്ലാ കമ്മിറ്റി അംഗം സ്റ്റെനിൽ രാജു, ഏരിയ സെക്രട്ടറി ഫ്രെഡി മാത്യു, അശ്വിൻ സനീഷ് എന്നിവർ നേതൃത്വം നൽകി. ഉപ്പുതറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ 5ഓളം ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത്. ആശുപത്രിയിൽ 24 മണിക്കൂറും അത്യാഹിത വിഭാഗത്തിന്റെ സേവനം ലഭ്യമാകുന്നതിനുള്ള സൗകര്യമൊരുക്കുമെന്നും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോൺ പറഞ്ഞു. തോട്ടം മേഖലയിലെ ജനങ്ങൾ ഉൾപ്പെടെ ആശ്രയിക്കുന്ന ഉപ്പുതറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെ അഭാവം ആശുപത്രിയിലെത്തുന്ന രോഗികളെ ഏറെ വലച്ചിരുന്നു. ഇതിനെതിരെ നിരവധി പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഇതോടെ 5ഓളം ഡോക്ടർമാരുടെ സേവനമാണ് ആശുപത്രിയിൽ ഒരുക്കിയിരിക്കുന്നത്. ആശുപത്രിക്ക് ആവശ്യമായ മറ്റ് സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോൺ പറഞ്ഞു. ഉപ്പുതറ ഗവൺമെൻറ് ആശുപത്രി, അതായത് CHC കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് വിട്ടുകിട്ടപ്പെട്ട സ്ഥാപനമാണ്. മുമ്പ് ഡോക്ടർമാരുടെ എണ്ണം കുറവായിരുന്നു. മെഡിക്കൽ ഓഫീസർ മാത്രമായിരുന്നു കഴിഞ്ഞ 2 മാസമായിട്ടുണ്ടായിരുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നതിൽ നേരിട്ട് ഇടപെട്ടതിൻ്റെ ഭാഗമായാണ് ഈ ഡോക്ടർമാരുടെ സേവനം ഇവിടെ ഉറപ്പാക്കുന്നതിനും പുതിയ ഡോക്ടർമാരെ NHMയിൽ നിന്നും അതോടൊപ്പം തന്നെ അഡ്കോക്കിൽ നിന്നും DMO കൊണ്ട് വെപ്പിച്ച് ഇവിടെ തരുന്നതിന് നിലവിൽ 5 ഡോക്ടർമാരുണ്ട്. NHMയിൽ നിന്നുള്ള ഡോക്ടറെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡോക്ടർ ഒരാഴ്ചക്കകം എന്തോ വ്യക്തിപരമായ ആവശ്യത്തിനാണ് മാറി നിൽക്കുന്നത്. അടുത്ത ദിവസം വന്ന് ജോയിൻ ചെയ്യും. അതോടുകൂടി 6 ജനറൽ ഡോക്ടറെ കൂടി 7 ഡോക്ടറുടെ സേവനം ഈ ആശുപത്രിയിൽ പൂർണ്ണമായും ലഭിക്കുമെന്നാണ്. 24 മണിക്കൂറും സേവനമുണ്ട്. ആശുപത്രിയിൽ രാത്രിക്ക് അത്യാവശ്യമായി വരുന്ന രോഗികളെ നോക്കുന്നതിന് ആവശ്യമായ ക്രമീകരണം ഇവിടെ വരുത്തിയിട്ടുണ്ട്. ദന്തൽ വിഭാഗം ഉൾപ്പെടെ 7 ഡോക്ടർമാരുടെ സേവനമാണ് ആശുപത്രിയിൽ വേണ്ടത്. ഇതിൽ 5 ഡോക്ടർമാരെ അടിയന്തരമായി നിയമിച്ചു കഴിഞ്ഞു. മറ്റു ഡോക്ടർമാരുടെ നിയമനം കാലതാമസം കൂടാതെ നടത്തുമെന്നും അധികൃതർ അറിയിച്ചു. വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായി അഴുത ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി. വൈകുന്നേരം 6 മണിവരെ ഡോക്ടറുടെ സേവനം ഉറപ്പാക്കും. ഇതിന്റെ പേരിൽ കോൺഗ്രസ് നടത്തിവരുന്ന സമരം രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിയാണെന്നും ഭരണസമിതി അംഗങ്ങൾ ആരോപിച്ചു. വണ്ടിപ്പെരിയാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ കുറവ് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വിഷയത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിച്ചത്. ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി 28-ാം തീയതി മുതൽ വണ്ടിപ്പെരിയാർ CHCയിൽ 5 ഡോക്ടർമാരുടെ സേവനം
ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയതായി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു. മന്ത്രിയെ ചെന്ന് കണ്ട്, ആരോഗ്യമന്ത്രിയെ ചെന്ന് കണ്ട് ആണ് നമ്മൾ ഇപ്പം ഡോക്ടറിൻ്റെ ഒരു കുറവ് വന്നിട്ടുണ്ട് എന്ന രീതിയിൽ ഒരാൾ ഫീൽഡിൽ പോയാൽ ഒരാൾ ലീവ് എടുത്താൽ അവിടെ ഡോക്ടറിൻ്റെ കുറവ് അവിടെ വരുന്നുണ്ട്. അപ്പം അത് നികത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മന്ത്രിയെ കണ്ട് ഓർഡറൊക്കെ മേടിച്ച് നമ്മൾ ഇനിയൊരു ഡോക്ടറിനെയും കൂടെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരും ഈ മാസം ലാസ്റ്റ് തന്നെ വന്ന് ജോയിൻ ചെയ്യും. അഴുത ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ പീരിമേട് താലൂക്ക് ആശുപത്രിക്കും വണ്ടിപ്പെരിയാർ CHSCക്കും വേണ്ട പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നടത്തിവരുന്നതായും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. പല ഡോക്ടർമാർക്കും ഫീൽഡിൽ പോകേണ്ടതുകൊണ്ടാണ് നമ്മുടെ ഈ നിരന്തരമായ ഡോക്ടർമാരുടെ അഭാവം നമുക്ക് നിലനിച്ച് നിൽക്കുന്നത്. നമുക്ക് 6 മണിക്ക് ശേഷം ഒരു ഡോക്ടറിനെ നമ്മളിവിടെ നിലവിൽ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്ത് നിയമിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ ആരും ഇവിടെ നമ്മൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാത്തത് മൂലം നമുക്ക് ഒരു ഡോക്ടർമാരെ ലഭിക്കുന്നില്ല. പ്രധാനമായിട്ടും അവരുടെ ടൈം മണിക്കൂർ അവരുടെ വർക്കിംഗ് ടൈം കൂടുതലുള്ളത് കൊണ്ടാണ് ഡോക്ടർമാരും വരാത്തത്. കാരണം വെച്ചാൽ 6 മണി തൊട്ട് പിറ്റേ ദിവസം രാവിലെ 6 മണി വരെ അവർ പ്രവർത്തിക്കേണ്ടതുകൊണ്ട് പല ഡോക്ടർമാരും നമുക്ക് ഇൻ്റർവ്യൂ ചെയ്താലും ആരും ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നില്ല. ഇതിനൊരു മാറ്റം വരുന്നതിന് വേണ്ടി ബ്ലോക്ക് ഭരണസമിതി ഒരു തീരുമാനം എടുത്തുകൊണ്ട് തന്നെ ഈ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയെ കാണാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. നിരന്തരമായി ഇങ്ങനെ വരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം അതിലൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആശുപത്രിയിൽ ഡോക്ടർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നടത്തുന്ന റിലേ സത്യാഗ്രഹ സമരം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രഹസനമാണെന്ന് അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. മാലതി, മുൻ പ്രസിഡന്റ് PM. നൌഷാദ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിതമോൾ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സബിത ആന്റണി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസമ്മ ജെയിംസ് എന്നിവർ പറഞ്ഞു. അയ്യപ്പൻകോവിൽ ചേമ്പളം ആദിവാസി കുടിയിലെ കുടുംബങ്ങൾക്ക് 6 മാസമായി പട്ടയത്തിന് കരമടയ്ക്കാൻ സാധിക്കുന്നില്ലെന്ന് പരാതി. ഉദ്യോഗസ്ഥരുടെ മുട്ടാപ്പോക്ക് നയങ്ങൾക്കെതിരെ ജില്ലാ കളക്ടറെ സമീപിച്ചിട്ടും നടപടിയില്ലാതായതോടെ റവന്യൂ മന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ചേമ്പളത്തെ 6ഓളം കുടുംബങ്ങൾ. 6 മാസത്തിന് മുൻപാണ് അയ്യപ്പൻകോവിൽ ചേമ്പളത്തെ 6ഓളം വരുന്ന ST കുടുംബങ്ങൾക്ക് പട്ടയം ലഭിച്ചത്. എന്നാൽ കരമടയ്ക്കുവാനും മറ്റ് ആനുകൂല്യങ്ങൾക്കും പട്ടയം ഉപയോഗപ്രദമാക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ. വില്ലേജ് ഓഫീസിൽ കരമടയ്ക്കുവാൻ ചെല്ലുമ്പോൾ പട്ടയ സംബന്ധമായ ഫയലുകൾ ഓഫീസിൽ ലഭിക്കാത്തതിനാൽ കരമടയ്ക്കാൻ സാധിക്കില്ലെന്ന മറുപടിയാണ് ലഭിക്കുന്നത്. ഇത് സംബന്ധിച്ച് ജൂൺ 25-ാം തീയതി ഊരുമൂപ്പൻ ഉൾപ്പെടെയുള്ളവർ കളക്ടറെ നേരിട്ട് കണ്ട പരാതി നൽകിയിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നടപടി ഉണ്ടാകാത്തതിനാൽ റവന്യൂ മന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് തങ്ങളെന്ന് ഊരുമൂപ്പൻ ഇലവുങ്കൽ രവി പറഞ്ഞു. ഇപ്പം കരമടയ്ക്കാതെ ഈ പട്ടയം കിട്ടിയിട്ട് ഫെബ്രുവരി മാസത്തിലാണ്, കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഞങ്ങൾക്ക് ഈ പട്ടയം ലഭ്യമായത്. 6 കുടുംബക്കാർക്ക് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞങ്ങൾക്ക് ലഭ്യമായി. അത് കഴിഞ്ഞ് ഇപ്പോൾ 5 മാസമാകുന്നു. സാധാരണ 7 ദിവസത്തിനകം ഈ കരമടയ്ക്കാൻ, അല്ലെങ്കിൽ 1.5 മാസം, 7 ദിവസം തൊട്ട് 1.5 മാസത്തിനകം കരമടയ്ക്കാനുള്ള ഒരു നടപടിക്രമം ഉണ്ടാകേണ്ടതാണ്. അത് നീണ്ട് ഇപ്പം 5 മാസമായി. ഇതുവരെയായിട്ടും കരമടയ്ക്കാൻ ഒരു അവസരമായിട്ട് ഒരു അറിയിപ്പ് വന്നില്ല. അതുകൂടാതെ തന്നെയാണ് ഇപ്പം ഈ കരമടയ്ക്കാൻ പറ്റിയാതെ മൂലം ഞങ്ങളെപ്പോലുള്ള കർഷകർക്ക് കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കുരുമുളക് കൃഷി പുനർകൃഷിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷ സ്വീകരിക്കുന്നുണ്ടായിരുന്നു. അതിനും കരമടച്ച രസീത് ആവശ്യമായി വന്നു. പക്ഷേ അതിനുള്ള കരമടച്ച രസീത് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള കുരുമുളക് കർഷകർ ആർക്കും തന്നെ ഈ അപേക്ഷ വെക്കുവാനോ അതിൻ്റെ ആനുകൂല്യങ്ങളോ പറ്റാൻ ഞങ്ങൾക്ക് ആർക്കും സാധിച്ചിട്ടില്ല. അത് വേദനാജനകമാണ്. കരമടയ്ക്കാൻ സാധിക്കാത്തതിനാൽ കുട്ടികളുടെ പഠന ആവശ്യങ്ങൾക്കോ മറ്റ് കാർഷിക ആവശ്യങ്ങൾക്കോ പട്ടയം പണയപ്പെടുത്താൻ പോലും കഴിയുന്നില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇലക്ഷൻ പ്രോട്ടോകോൾ നിലനിൽക്കുന്നതിനാൽ ഫയലുകൾ എത്തിയില്ലെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ മറുപടി. എത്രയും വേഗം കരമടയ്ക്കാനുള്ള സംവിധാനം അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം. കാന്തല്ലൂർ മേഖലയിൽ നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പട്ടിശ്ശേരി അണക്കെട്ടിന്റെ നിർമ്മാണ ജോലികൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന ആവശ്യം. കേരളം രൂപവൽകൃതമായതിനു ശേഷം സംസ്ഥാന അതിർത്തിയിൽ നിർമ്മിക്കുന്ന ആദ്യ അണക്കെട്ടാണിത്. കാർഷിക മേഖലയിലുള്ള ജലസേചനം, കുടിവെള്ളം എന്നിവ ലക്ഷ്യമിട്ടുള്ള വലിയ പദ്ധതി കൂടിയാണിത്. 2014 പട്ടിശ്ശേരി അണക്കെട്ടിന്റെ നിർമ്മാണം തുടങ്ങിയത്. 10 വർഷം കഴിഞ്ഞിട്ടും 70% മാത്രമേ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. കാവേരി ട്രൈബ്യൂണൽ വിധിപ്രകാരം കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന 3 TMC വെള്ളം സംസ്ഥാനത്തിന് ശേഖരിക്കാം. ഇതിന്റെ ഭാഗമായാണ് അണക്കെട്ട് നിർമ്മിക്കുന്നത്. ഈ വിധിയുടെ കാലാവധി 2032 അവസാനിക്കും. മന്നവൻചോലിയിൽ ഒഴുകിയെത്തുന്ന വെള്ളം ശേഖരിക്കാനായി 38.2 മീറ്റർ ഉയരവും 140 മീറ്റർ നീളവുമുള്ള അണക്കെട്ടാണ് നിർമ്മിക്കുന്നത്. കാന്തല്ലൂർ മേഖലയിലെ ജലസേചനത്തിനും കുടിവെള്ള വിതരണത്തിനും ഡാം നിർമ്മാണം കരുത്താകുമെന്നിരിക്കെ നിർമ്മാണ ജോലികൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. കാന്തല്ലൂർ പഞ്ചായത്തിൽ പട്ടിശ്ശേരി ഡാം നിർമ്മാണം തുടങ്ങിയിട്ട് ഏതാണ്ട് വർഷങ്ങളോളായി.
ഇതുവരെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. കാന്തല്ലൂർ പഞ്ചായത്തിലെ കുടിവെള്ളത്തിനും കൃഷിക്ക് ആവശ്യമായ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ശീതകാല പച്ചക്കറി ഉൾപ്പെടെയുള്ള കൃഷി ചെയ്യുന്ന കാന്തല്ലൂരിൽ ഇപ്പോൾ ചൂടും ഒക്കെ ചെറിയ രീതിയിൽ അനുഭവപ്പെടുമ്പോഴും വരൾച്ചകൾ വരുന്ന സമയത്തും മഴയില്ലാതൊക്കെ വന്നപ്പോഴും ഈ ഡാം പണിതിരുന്നെങ്കിൽ കർഷകർക്ക് വളരെയേറെ ഉപകാരമായേനെ. പട്ടിശ്ശേരി ഡാമിൻ്റെ പ്രവർത്തനം ഉടൻ തന്നെ പണി പൂർത്തീകരിച്ച് കർഷകർക്ക് ആവശ്യമുള്ള വെള്ളവും കുടിവെള്ളവും മറ്റും ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ്. തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കാന്തല്ലൂരിൽ ഡാം നിർമ്മിക്കുന്നതിനെതിരെ തുടക്കത്തിൽ തമിഴ്നാട് ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഇതിനെ മറികടന്നാണ് നിർമ്മാണം തുടങ്ങിയത്. ഇതിനിടയിൽ കരാറുകാരൻ 2 തവണ കരാറിന്റെ അടങ്കൽ തുക വർദ്ധിപ്പിച്ച് നൽകണമെന്ന ആവശ്യമുയർത്തി പണി നിർത്തിവെച്ചു. തുടക്കത്തിൽ 24 കോടി രൂപയായിരുന്നു അടങ്കൽ തുക. തുടർന്ന് 46.8 കോടി രൂപയായി വർദ്ധിപ്പിച്ചു നൽകി. പണി തുടങ്ങിയെങ്കിലും വീണ്ടും തുക വർദ്ധിപ്പിച്ചു നൽകണമെന്ന ആവശ്യവുമായി കരാറുകാരൻ രംഗത്തെത്തി. പിന്നെയും കൂട്ടിയ 66 കോടി രൂപയിലേക്ക് എത്തിയതോടെയാണ് പണി പുനരാരംഭിച്ചത്. കഴിഞ്ഞ ബജറ്റിൽ 14 കോടി രൂപ ഡാം അനുബന്ധ കനാലുകളുടെ നിർമ്മാണത്തിനായി വകയിരുത്തിയിരുന്നു. സർവേ നടപടികൾ നടന്നുവെങ്കിലും പിന്നീട് മുമ്പോട്ട് പോക്കുണ്ടായില്ല. റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജിന് 2024-25 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സർവീസ് പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനവും ജൂലൈ 7-ാം തീയതി ഞായറാഴ്ച കട്ടപ്പന കല്ലറക്കൽ റെസിഡൻസിയിൽ വെച്ച് നടക്കും. ജിതിൻ കൊല്ലംകുടി പ്രസിഡന്റായും അഖിൽ വിശ്വനാഥൻ സെക്രട്ടറിയായും ജോസുകുട്ടി പൂവത്തുമൂട്ടിൽ ട്രഷററുമായുള്ള ഭരണസമിതി ചുമതല ഏൽക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് ഈ വർഷത്തെ സിഗ്നേച്ചർ തീമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് തോട്ട്സ് എന്നതാണ്. നല്ല ചിന്തകളിൽ നിന്നും ഉയർന്നുവരുന്ന ആശയങ്ങളിലൂടെ നന്മയുടെ വസന്തകാലം സൃഷ്ടിക്കുവാൻ വിവിധങ്ങളായ പരിപാടികളാണ് ഈ വർഷം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജിൻ്റെ ഇൻസ്റ്റലേഷൻ ജൂലൈ 7-ാം തീയതി നടക്കുകയാണ്. കട്ടപ്പനയിലെ കല്ലറക്കൽ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞൊരു വർഷം വിവിധങ്ങളായ പ്രൊജക്റ്റുകൾ, ഏകദേശം 100ഓളം പ്രൊജക്റ്റുകൾ, ഏകദേശം 10 ലക്ഷം രൂപയോടധികമുള്ള പ്രൊജക്റ്റുകൾ കട്ടപ്പനയിൽ തന്നെ നമ്മൾ നടത്തുകയുണ്ടായി. അതിലുപരിയായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത്, ഈ വർഷത്തെ ഞങ്ങളുടെ സിഗ്നേച്ചർ പ്രൊജക്റ്റ് എന്ന പോലെ ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത്, കഴിഞ്ഞ വർഷം ശ്രീ വിജി ജോസഫിൻ്റെ കാലഘട്ടത്തിൽ ആരംഭിച്ച ഏകദേശം 1,20,00,000 രൂപയുടെ ഒരു പ്രൊജക്റ്റ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ആരംഭിച്ച് ഈ കാലഘട്ടത്തിൽ അവസാനിപ്പിക്കാൻ കഴിയുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെ വിവിധങ്ങളായ പ്രൊജക്റ്റ് ഞങ്ങൾക്ക് ഈ വർഷം ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യും. 1 കോടി രൂപയുടെ സ്നേഹമന്ദിരം സസ്റ്റൈനബിൾ കെയർ പ്രോജക്റ്റ് സ്കൂൾ കോളേജ് തലത്തിൽ വിദ്യാർത്ഥികളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അടിസ്ഥാനപരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിനായി വിവിധ പദ്ധതികൾ, സ്കൂളുകളിൽ ഇന്ററാക്ട് ക്ലബ്ബ് രൂപീകരണം, കോളേജുകളിൽ റൊട്രാക്ട് ക്ലബ്ബ് രൂപീകരണം, പ്യുവർ ലിവിംഗ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ അവയർനെസ് പ്രോഗ്രാം, റൈല ലീഡർഷിപ്പ് അവാർഡ്സ്, വ്യക്തിത്വ നേതൃത്വ വികസന ക്യാമ്പ്, CPR ട്രെയിനിംഗ് പ്രോഗ്രാം, ട്രാഫിക് അവയർനെസ് പ്രോഗ്രാം, ക്വിസ് മത്സരങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെമിനാർ, റോബോട്ടിക്സ് വർക്ക്ഷോപ്പ്, നവമാധ്യമ മത്സരങ്ങൾ, പരിസ്ഥിതി സൗഹൃദ പ്രോഗ്രാംസ്, ജനാധിപത്യവും ഇന്ത്യൻ ജുഡീഷ്യറിയും തുടങ്ങിയ നിരവധി പരിപാടികളാണ് ഈ വർഷം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 2024-25 റോട്ടറി വർഷത്തിൽ ജോസ് മാത്യു ഡിസ്ട്രിക്ട് കോർഡിനേറ്ററായും പ്രിൻസ് ചെറിയാൻ GGR ആയും തെരഞ്ഞെടുക്കപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ ജിതിൻ കൊല്ലംകുടി, അഖിൽ വിശ്വനാഥൻ, ജോസുകുട്ടി പൂവത്തുമൂട്ടിൽ, ജോസ് മാത്യു, PM ജെയിംസ്, ഷിനു ജോൺ, സാജൻ കുര്യാക്കോസ്, സജിദാസ് മോഹൻ, കിരൺ ജോർജ് എന്നിവർ പങ്കെടുത്തു. കട്ടപ്പന അമർജവാൻ റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ റോഡ് അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴും പരിഹാരം കണ്ടെത്താൻ സാധിക്കാതെ നഗരസഭ. പ്രഹസനമെന്നോണം നഗരസഭ സ്ഥാപിച്ച ഇരുമ്പ് വേലിയും തകർന്നതോടെ കാൽനട യാത്രക്കാരും വാഹനയാത്രക്കാരും ആശങ്കയോടെയാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്. 2018 കട്ടപ്പന അമർജവാൻ റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന റോഡ് അപകടാവസ്ഥയിലായത്. അന്നു മുതൽ പാതയുടെ അപകടാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നിരുന്നു. എന്നാൽ പ്ലാസ്റ്റിക് വള്ളി വലിച്ചുകെട്ടി മുന്നറിയിപ്പ് നൽകുക മാത്രമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടി. തുടർന്ന് വന്ന വർഷങ്ങളിലും വ്യാപകമായി മേഖലയിൽ മണ്ണിടിയുകയും അപകടാവസ്ഥ രൂക്ഷമാകുകയും ചെയ്ത സാഹചര്യത്തിൽ നഗരസഭയുടെ ഭാഗത്തു നിന്ന് താൽക്കാലികമായി കമ്പിവേലികൾ സ്ഥാപിക്കുക മാത്രമാണ് ചെയ്തത്. നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് 40 ലക്ഷം രൂപ വകയിരുത്തി കോൺക്രീറ്റ് ഭിത്തി നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം നാളുകളായി കേൾക്കുന്നതാണെങ്കിലും നടപടികൾ ഉണ്ടായിട്ടില്ല. നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ തന്നെയുള്ള അപകടാവസ്ഥ പരിഹരിക്കാൻ അധികൃതർക്ക് സാധിക്കാത്തത് നഗരസഭയുടെ കെടുകാര്യസ്ഥതയാണെന്ന പ്രതിപക്ഷി അംഗം ഷാജി കൂത്തോടി ആരോപിച്ചു. കട്ടപ്പന നഗരസഭാ കാര്യാലയത്തിൻ്റെ മുൻവശത്ത് 2018 പ്രളയത്തിൽ റോഡിൻ്റെ നമ്മുടെ പോലീസ് ക്വാർട്ടേഴ്സിൻ്റെ അവിടെ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങുന്ന വഴിയുടെ സൈഡിൽ ഇടിഞ്ഞത് 2018. അന്ന് മുതൽ ഇത് കെട്ടും, ഇതിന് 40 ലക്ഷം രൂപ ബഡ്ജറ്റിലുണ്ട്, എല്ലാ കാര്യത്തും ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ചില താൽക്കാലിക പരിഹാരങ്ങൾ മാത്രം. ആദ്യം വള്ളി കെട്ടിയ ആളുകളും വാഹനവും കടക്കാരും വിതരണം ചെയ്തു. ഇപ്പോൾ കമ്പി വെൽഡ് ചെയ്ത് വെച്ചിട്ട് വാഹനവും ആൾക്കാരും കടന്നു ഇപ്പുറത്തേക്ക് വരാതിരിക്കാനുള്ള ക്രമീകരണം ചെയ്തു. പക്ഷേ ഏറ്റവും തിരക്ക് പിടിച്ചൊരു റോഡ്, ആ റോഡിന് ഈ മഴക്കാലം കഴിയുമ്പോൾ മിക്കവാറും റോഡിൻ്റെ പകുതിയോടുകൂടി ഇതിനകത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്.
ഈ റോഡ് അടിയന്തരമായി ചെയ്യണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ കൗൺസിലിലെല്ലാം പ്രതിപക്ഷം ആവശ്യപ്പെടുകയും ഈ കട്ടപ്പനയിലെ പൊതുസമൂഹം മുഴുവൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും നൂറുകണക്കിന് ബസ്സുകളും ഇരുചക്ര വാഹനങ്ങളും ഒറ്റക്കര വാഹനങ്ങളും ഒക്കെ കടന്നു പോകുന്ന ഈ വഴിയിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഒരു ഭരണസമിതി 6 കൊല്ലത്തോളം UDF 2018 UDF ആണ് കട്ടപ്പന നഗരസഭ ഭരിച്ചിരുന്നത്, 2024 UDF ആണ് കട്ടപ്പന നഗരസഭ ഭരിച്ചിരുന്നത്. ഈ 6 വർഷം ഇത്രയും ഗുരുതരമായ ഒരു വീഴ്ച, ഇത്ര തിരക്കേറിയ ഒരു റോഡിൽ ഏതെങ്കിലും മാർഗത്തിലൂടെ ഇതിനുള്ള മറ്റു കണ്ടെത്തി എത്രയും പെട്ടെന്ന് ഇതിന് MP യുടെ പക്കലിനോ MLA യുടെ പക്കലിനോ ആരുടെയും കയ്യിൽ നിന്ന് ഫണ്ട് മേടിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഇതിനെ കൽപ്പിച്ച് നിർമ്മിക്കുകയോ കോൺക്രീറ്റ് ചെയ്യണമെന്നാണ് ഈ നാട്ടിലെ പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. റോഡിന്റെ അപകടാവസ്ഥയെ തുടർന്ന് നഗരസഭ നിർമ്മിച്ച ഇരുമ്പ് വേലി ഇപ്പോൾ മറ്റൊരു അപകടക്കിണിയായി മാറിയിരിക്കുകയാണ്. റോഡിൽ ഉറപ്പിച്ച തൂണുകളിൽ നിന്നും വേർപെട്ട ഇരുമ്പ് കമ്പികൾ റോഡിലേക്ക് തള്ളി നിൽക്കുന്നത് വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഭീഷണിയാണ്. രാത്രികാലങ്ങളിൽ ഇരുമ്പ് കമ്പിയിൽ വാഹനങ്ങൾ ഇടിക്കാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഇരുമ്പ് വേലികൾ സ്ഥാപിച്ചതോടെ പാതയുടെ വീതി കുറയുകയും കാൽനട യാത്രക്കാർക്ക് നടക്കാൻ സാധിക്കാത്ത സ്ഥിതി നിലനിൽക്കുകയും ചെയ്യുന്നു. നിലവിൽ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ്സുകൾ ഉൾപ്പെടെ ഇതുവഴിയാണ് കടന്നു പോകുന്നത്. തിരക്കേറിയ പാതയിലെ അപകട ഭീഷണി ഉടനടി പരിഹരിച്ചില്ലെങ്കിൽ വലിയൊരു അപകടത്തിനാകും ഇത് കാരണമാവുക. ഉപ്പുതറ 9 ഏക്കർ മറ്റപ്പള്ളി റോഡ് തകർന്ന് യാത്രാക്ലേശം രൂക്ഷം. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധവും ശക്തമാണ്. എന്നാൽ ഫണ്ടിന്റെ അപര്യാപ്തതയാണ് റോഡ് നിർമ്മാണം വൈകുന്നതെന്നാണ് അധികൃതരുടെ വിശദീകരണം. 9 ഏക്കർ അൽഫോൻസാപ്പള്ളി മുതൽ മത്തായിപ്പാറ വരെയാണ് യാത്രാക്ലേശം രൂക്ഷമായിരിക്കുന്നത്. ഇതിൽ അൽഫോൻസാപ്പള്ളിക്ക് സമീപത്തെ കയറ്റത്തിന്റെ മധ്യഭാഗത്തായിട്ടാണ് റോഡ് പൊളിഞ്ഞ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. കുറെ വർഷങ്ങളായി ഇവിടെ ആരും ഒന്നും തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ല. ഇവിടുത്തെ ആൾക്കാർ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. വലിയ വണ്ടിക്കാർ വന്നിട്ട് പോലും വിഷമിച്ചാൽ പോകുന്നത്. ഇവിടെ ഒരു വീട് കയറി താമസത്തിന് എന്ത് വണ്ടികളാണ് ഇവിടെ കന്ന് തിരിച്ചു പോയെന്നറിയാമോ? ഒരു രക്ഷയില്ല. ഒരു കുട്ടികൾക്ക് പോലും ഈ കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്റർ ഇവിടെ താഴെ വീണ് അവരുടെ കൈയും കാലൊക്കെ പൊട്ടി. 6 സ്കൂൾ ബസ്സുകൾ ഇതിലെ പോകുന്നുണ്ട്. കുട്ടികളാണെങ്കിൽ വിഷമിച്ചാണ് പോകുന്നത്. മഴ പെയ്താൽ ഒരു രക്ഷയില്ല. ഇതിലെ നടന്നു പോകാൻ പോലും പറ്റത്തില്ല. നിരവധി സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നുപോകുന്ന പാത കൂടിയാണിത്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ നിവേദനങ്ങൾ നൽകിയിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഫണ്ടിന്റെ അപര്യാപ്തതയാണ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ വൈകുന്നതെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. കാർഡമം പ്ലാന്റേഴ്സ് ഫെഡറേഷൻ മേഖലാ സമ്മേളനം നടന്നു. വണ്ടൻമേട് ആമിയാർ പാലാട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ ഫെഡറേഷൻ ചെയർമാൻ സ്റ്റെനി പോത്തൻ അധ്യക്ഷനായിരുന്നു. ഏലം കൃഷി നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിൽ വായ്പാ തിരിച്ചടവിനുള്ള ഇടവേള വർദ്ധിപ്പിക്കുന്ന കാര്യവും പലിശയിൽ ഇളവ് വരുത്താനുള്ള ശ്രമം നടത്താനും ധാരണയായി. വേനലിൽ വ്യാപകമായി കൃഷി നശിച്ചതോടെ ഏലം കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കർഷകരും വിവിധ സംഘടനകളും രംഗത്ത് വന്നിരുന്നു. സ്പൈസസ് ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിരുത്തരവാദിത്തപരമായ സമീപനം നിർഭാഗ്യകരമാണെന്നും വേണ്ടിവന്നാൽ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുമെന്നും ഫെഡറേഷൻ ചെയർമാൻ സ്റ്റെനി പോത്തൻ പറഞ്ഞു. പിന്നെ സ്പൈസസ് ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നിരുത്തരവാദിത്തപരമായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് അടുത്ത കാലത്തായിട്ട് സമീപകാലത്തായിട്ട് ഏകദേശം 1.5 വർഷമായിട്ട് സ്പൈസസ് ബോർഡിന്റെ ഭാഗത്തു നിന്നുള്ള വളരെ നിരുത്തരവാദിത്തമായ രീതിയിലുള്ള സമീപനവും ഒരു തരത്തിലും ഏല കർഷകരെ അവർ ഒരു തരത്തിലും സഹായിക്കാൻ താല്പര്യപ്പെടാത്ത രീതിയിലുള്ള ഒരു സമീപനമാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഇത് വളരെ അധികം അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. തീർച്ചയായിട്ടും ഫെഡറേഷൻ ഇക്കാര്യത്തിൽ ശക്തമായ ഇടപെടലുകൾ നടത്തുകയും വേണമെങ്കിൽ പ്രത്യക്ഷമായ സമര മുറകളിലേക്ക് പോവുകയും ചെയ്യും. ഇതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പല നിവേദനങ്ങൾ സ്പൈസസ് ബോർഡുമായിട്ട് കൊടുത്തിട്ടുണ്ട്. അവർ പോസിറ്റീവായിട്ട് റിപ്ലൈ ഒക്കെ തന്നിരിക്കുന്നത്, പക്ഷേ ഫലത്തിലൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മുടെ ഫെഡറേഷൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടലുകൾ നടത്തി ഇവിടുത്തെ ഏല കർഷകരുടെ ഉന്നമനത്തിനായിട്ട് നമ്മളെ കൊണ്ടല്ലാവുന്നതെല്ലാം ചെയ്തുകൊണ്ട് CHR പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ ഫെഡറേഷൻ നിരന്തരമായ പരിശ്രമമാണ് നടത്തിവരുന്നത്. പുതുക്കൽ നടക്കുന്നില്ല, കൈമാറ്റം നടക്കുന്നില്ല. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ പ്രശ്നത്തിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പലപ്പോഴും റവന്യൂ മന്ത്രിക്കും അതുപോലെ തന്നെ പലർക്കും നിവേദനം കൊടുക്കുകയും അതെല്ലാം വലിയ വാർത്തകളാക്കി പ്രചരിപ്പിക്കുകയും ചെയ്തു. പക്ഷെ നമ്മൾ ഈ വിഷയം ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ നടത്തുന്ന വക്കീലന്മാരുമായിട്ടെല്ലാം സംസാരിച്ചപ്പോഴും നിയമോപദേശം തേടിയപ്പോഴും അവരെല്ലാം വളരെ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യം ഇതാണ്: ഈ കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാരണവശാലും ഇത് പുതുക്കി കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുന്നതിനോ യാതൊരു കാരണവശാലും സാധിക്കുകയില്ല. ഈ വിഷയത്തെ നിങ്ങളിപ്പോൾ കോടതിയിലേക്കോ അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്കോ കൊണ്ടുപോയാൽ ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ കൈമാറ്റം ചെയ്യപ്പെട്ട ഭൂമികളോ കുത്തകപ്പട്ടം പുതുക്കി കൊടുത്തതോ വലിയ നിയമക്കുരുക്കിലേക്ക് പോയി അകപ്പെടാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ഏതോ ഒരു കേസിൽ കുത്തകപ്പട്ടം റദ്ദ് ചെയ്ത ഭൂമി ഗവൺമെന്റ് തിരിച്ചെടുത്തൊരു കേസുമുണ്ട്. ആരെങ്കിലും വ്യക്തിപരമായി പരാതിപ്പെട്ടാൽ
ഇന്ന ഭൂമി കുത്തകപ്പാട്ട ഭൂമിയാണ്, കോടതി വിധിക്ക് വിരുദ്ധമായിട്ട് ഇത് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കുത്തകപ്പാട്ടം പുതുക്കിയിരിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് ആരെങ്കിലും ഒരു പരാതി കൊടുത്താൽ ഒരുപക്ഷെ അത്തരം ഭൂമികളുടെ നമ്മളുടെ കൈവശം തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിയമപരമായി ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ യുദ്ധം ചെയ്യാൻ ശ്രമിക്കുന്നതോ അതല്ലെങ്കിൽ അതിനെതിരെ നിവേദനങ്ങൾ കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടോ കാര്യം നേടാമെന്ന് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ നമുക്ക് കാര്യം മനസ്സിലാക്കണം, ആത്യന്തികമായി ഈ സംഭവം ഉണ്ടാകുന്നത്, ഈ പ്രശ്നം ഉണ്ടാകുന്നത് CHR കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. 97 ഗോദവർദ്ധൻ തിരുമുൽപ്പാട് കേസിൽ ഉണ്ടായിരിക്കുന്ന 2005 കോടതിയുടെ, സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവിനെ തുടർന്നാണ് ഇതെല്ലാം നിലച്ചു പോയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടണമെങ്കിൽ, അന്തിമമായി പരിഹരിക്കപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും CHR കേസ് നമ്മൾ ജയിച്ചിരുന്നു. ആ കേസ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോയി ആ കേസിനകത്ത് ഇത് വനഭൂമിയല്ല, ഇത് റവന്യൂ ഭൂമിയാണ് എന്ന അന്തിമ വിധി സമ്പാദിക്കുന്നതുവരെ ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടേയിരിക്കും. ഇത് താൽക്കാലികമായി ഇതിന് യാതൊരു പരിഹാരവുമില്ല. ഏലം മേഖലയിലെ വരൾച്ചയും ഈ മേഖലയിലെ പൊതുവായ പ്രശ്നങ്ങളും സംബന്ധിച്ച് കേരള സർക്കാർ സ്വീകരിക്കേണ്ട നയപരമായ മാറ്റങ്ങൾ സംബന്ധിച്ച് വ്യവസായ വകുപ്പ് ഡയറക്ടർ ഹരികിഷോർ IAS-ന് കാർഡമം പ്ലാന്റേഴ്സ് ഫെഡറേഷൻ നിവേദനം സമർപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി വിഷയം ചർച്ചയ്ക്കെടുത്തതോടെ കർഷകർക്ക് ഏറെ പ്രതീക്ഷയാണ് നൽകുന്നത്. റീപ്ലാനിംഗ് സ്കീമിലേക്ക് 162 കോടി രൂപയുടെ പ്രപ്പോസലാണ് വ്യവസായ വകുപ്പ് സമർപ്പിച്ചിരിക്കുന്നത്. യോഗത്തിൽ കാർഡമം പ്ലാന്റേഴ്സ് ഫെഡറേഷൻ വൈസ് ചെയർമാൻ N. പൃഥ്വിരാജ്, ട്രഷറർ S. ജീവാനന്ദൻ, കോർ കമ്മിറ്റി അംഗങ്ങളായ R. മണിക്കുട്ടൻ, സണ്ണി മാത്യു വിട്ടൂണിക്കൽ, സാജൻ കുര്യൻ കളരിക്കൽ, ദിബിൻ പൊന്നപ്പൻ, ജിനു ജോർജ്, R. സുരേഷ്, ജോസഫ് പുതിമന എന്നിവർ സംസാരിച്ചു. കട്ടപ്പന സബ് ട്രഷറിയുടെ മുൻഭാഗത്തെ കൈത്തോടിന്റെ സംരക്ഷണ ഭിത്തി ഇടിയുന്നത് അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്നതും സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കാൽനടയായി സഞ്ചരിക്കുന്നതുമായ പാതയോരത്താണ് അപകട ഭീഷണി നിലനിൽക്കുന്നത്. കട്ടപ്പന സബ് ട്രഷറിക്ക് മുൻഭാഗത്തെ റോഡിന് സമീപത്തുകൂടി ഒഴുകുന്ന കൈത്തോടിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഇടിയുന്നത്. സംരക്ഷണ ഭിത്തിയായി മൺഭിത്തി മാത്രമാണ് ഇരുവശത്തുമുള്ളത്. മഴ പെയ്യുന്നതോടെ മൺതിട്ട ഇടിയുന്നതായാണ് പരാതി. ട്രഷറിയിലേക്കും മൃഗാശുപത്രിയിലേക്കും എത്തുന്നവരുടെ ഉൾപ്പെടെ വാഹനങ്ങൾ പലപ്പോഴും റോഡിന്റെ വശങ്ങളിലാണ് പാർക്ക് ചെയ്യുന്നത്. കൂടാതെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഇതുവഴിയാണ് സഞ്ചരിക്കുന്നത്. ഈ കാണുന്ന നമ്മുടെ കട്ടപ്പനയാടിൻ്റെ ഒരു കൈത്തോടാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ട്രഷറിയാണ്. അപ്പോൾ നിരവധി ആളുകൾ ഇവിടെ കൊണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പം ഈ തോട്ടിക്കൂടെ വെള്ളം അതുമായിട്ട് വന്നിട്ട് ഈ ഭിത്തി ഇടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. കൈത്തോട്, ഈ കൈത്തോടിൽ മഴ പെയ്തു കഴിയുമ്പോൾ നിറയെ വെള്ളം വരുന്ന ഒരു സ്ഥലമാണിത്. അപ്പം അധികൃതരെ ഒരു ശ്രദ്ധപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഇത് കൊടുക്കുന്നത്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരെങ്കിലും വന്നൊരു അപകടത്തിൽ പെടാനുള്ള ചാൻസ് കൂടുതലാണ്. കൂടാതെ എത്രയും പെട്ടെന്ന് അധികാരിയുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാകണം. ഒരു റിബണെങ്കിലും വലിച്ചു കെട്ടി ഒരു സേഫ്റ്റി ആയിട്ട് ആൾക്കാർക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു അവസരം കൂടെ ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. മഴ ശക്തമാകുന്നതോടെ കൈത്തോട്ടിൽ നീരൊഴുക്ക് വർദ്ധിക്കുകയും സംരക്ഷണ ഭിത്തി കൂടുതൽ ഇടിയാനുള്ള സാഹചര്യവുമാണ് നിലനിൽക്കുന്നത്. നിലവിലെ അപകടാവസ്ഥ പരിഹരിക്കാനോ അപകട മുന്നറിയിപ്പ് നൽകാനോ യാതൊരുവിധ നടപടിയും നഗരസഭ സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആക്ഷേപം. താൽക്കാലിക മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കുന്നതിനൊപ്പം അടിയന്തരമായി തോടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ഉപ്പുതറ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്തയും കൃഷിസഭയും സംഘടിപ്പിച്ചു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഉപ്പുതറ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചത്. വിവിധ ഇനത്തിൽപ്പെട്ട 5ഓളം പച്ചക്കറി തൈകൾ ചേർത്ത കിറ്റായിട്ടാണ് കർഷകർ വിതരണം ചെയ്തത്. കൂടാതെ കർഷകരിൽ നിന്നും വിവിധ ഇനം വിളകളുടെ വിത്തുകൾ ശേഖരിച്ച മറ്റു കർഷകർക്ക് നൽകുക, കാർഷിക മേഖലയ്ക്ക് മികച്ച പ്രോത്സാഹനം നൽകുക എന്നീ ഉദ്ദേശത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. നടീൽ വസ്തുക്കളുടെ വിതരണം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോൺ നിർവഹിച്ചു. നമ്മുടെ ജില്ലയിൽ പ്രത്യേകിച്ച് കൃഷിക്കാരുടെ നാണ്യവിളകളാകെ വരൾച്ചയുടെ ഭാഗമായി ഉണങ്ങിക്കരിഞ്ഞു പോയ ഒരു അവസ്ഥയാണ്. നമ്മൾ സർക്കാർ എന്ന നിലയിൽ അത്ര കണ്ട് കാർഷിക മേഖലയ്ക്ക് ആവശ്യമായ ഇപ്പോൾ വളവോ ഇതുമായി ബന്ധപ്പെട്ട തൈകളടക്കം വിതരണം ചെയ്താലും കൃഷിക്കാരുടെ ഒരു 4 വർഷമെങ്കിലും ഈ പ്ലാന്റ് ചെയ്യാൻ കൊടുക്കുന്ന തൈകൾ വളർന്നു വന്ന് അതിൻ്റെ ഫലം നൽകുന്ന വരെ കൃഷിക്കാരുടെ ഉൽപാദന ചെലവ് എന്ന് പറയുന്ന വളരെ അധികമാവും എന്നുള്ള ഒരു സ്ഥിതിയിലുണ്ട്.
തുടർന്ന് പച്ചക്കറി തൈകളുടെയും വിത്തുകളുടെയും ഫലവൃക്ഷത്തൈകളുടെയും വിതരണം നടന്നു. പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബു വേങ്ങവേലി അധ്യക്ഷനായിരുന്നു. ഉപ്പുതറ കൃഷി ഓഫീസർ ധന്യ ജോൺസൺ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ AM ഷിബു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായി ജെയിംസ് തേക്കൊമ്പേൽ, ശിവ സത്യനാഥ്, MN സുരേഷ്, മറ്റ് ജനപ്രതിനിധികൾ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന പോലീസ് സ്റ്റേഷന് സമീപത്ത് അപകട ഭീഷണി ഉയർത്തി നിന്നിരുന്ന വാഗമരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചു നീക്കി. പോലീസിന്റെയും നഗരസഭയുടെയും PWDയുടെയും സഹകരണത്തോടെയാണ് മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചു നീക്കിയത്. മരത്തിന്റെ ശിഖരങ്ങൾക്കിടയിലൂടെയാണ് 11 kV ലൈൻ കടന്നു പോകുന്നത്. മരത്തിന്റെ ഒരു വശത്തെ വേരുകൾ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മുറിച്ചു നീക്കിയിരുന്നു. ശക്തമായി കാറ്റടിച്ചാൽ മരം ഒടിഞ്ഞു വീഴുന്നത് കട്ടപ്പന പോലീസ് സ്റ്റേഷന് മുകളിലേക്കായിരിക്കും. പലതവണ മരം മുറിച്ചു മാറ്റാൻ 11 kV ലൈൻ അഴിച്ചു മാറ്റണമെന്ന് കാണിച്ച് KSCBയിൽ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. മരം വളർന്ന് ശിഖരങ്ങൾ സമീപത്തെ ഗവൺമെന്റ് സർവന്റ് സൊസൈറ്റി കെട്ടിടത്തിനകത്തേക്ക് കയറിയിരുന്നു. നിരന്തരമായ മാധ്യമ വാർത്തയെ തുടർന്നാണ് KSCB വൈദ്യുതി ലൈൻ അഴിച്ചു മാറ്റി മരം മുറിച്ചത്. ഈ മരത്തിന്റെ നടുവിലൂടെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റി താൽക്കാലികമായ അപകടം ഒഴിവാക്കപ്പെടുന്നു എന്നുള്ളതൊഴിച്ചാൽ ഈ മരത്തിന്റെ നടുവിലൂടെ 11 kV ലൈനാണ് പോകുന്നത് എന്നുള്ളതുകൊണ്ട്, ഒരു വാഗമരമാണ് എന്നുള്ളതുകൊണ്ട് ഈ മരം ഇവിടെ നിന്ന് മുറിച്ചു മാറ്റി അവിടെ ഒരു നല്ല തണൽ മരം വെച്ച് പിടിപ്പിക്കത്തക്ക നിലയിൽ, ഞാൻ 11 kV ലൈനിന് അപകടമുണ്ടാവാത്ത നിലയിലുള്ള ഒരു മരം വെച്ച് പിടിപ്പിക്കത്തക്ക നിലയിലുള്ള സമീപനത്തിന് പൊതുമരാമത്ത് വകുപ്പും നാഷണൽ ഹൈവേ അതോറിറ്റിയും ഇലക്ട്രിസിറ്റി ബോർഡും നഗരസഭയും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് നിലപാടെടുക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. പോലീസിന്റെയും നഗരസഭയുടെയും PWDയുടെയും സഹകരണത്തോടെ ഗവൺമെന്റ് സർവന്റ് സൊസൈറ്റി പണം മുടക്കിയാണ് മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചു നീക്കിയത്. ജില്ലാ അന്ധതാ നിവാരണ അതോറിറ്റിയുടെയും അയ്യപ്പൻകോവിൽ PHCയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. 4 വർഷത്തിലധികമായി പ്രമേഹമുള്ള ആളുകളെ പരിശോധിച്ച ചികിത്സ ആവശ്യമായ ആളുകളെ ജില്ലാ ആശുപത്രിയിലെത്തിച്ച മികച്ച ചികിത്സ നൽകുന്നതിനു വേണ്ടിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ആലടി PHCയുടെയും ജില്ലാ അന്ധതാ നിവാരണ അതോറിറ്റിയുടെയും അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അവർ ദൈനംദിനം അവരുടെ ഷുഗർ നിയന്ത്രണത്തിലാണ് പോകുന്നതെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ എല്ലാ മാസവും ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് അറിഞ്ഞ് കറക്റ്റായിട്ട് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മരുന്നൊക്കെ കഴിക്കുന്നവരാണ് എങ്കിൽ ഷുഗർ നമ്മുടെ കണ്ണിനെ ബാധിക്കുകയില്ല. എന്നാൽ നിയന്ത്രണമില്ലാതിരിക്കുന്നവർക്കാണെങ്കിൽ ഇത് കണ്ണിനെ ബാധിക്കുകയും കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലോട്ട് പോവുകയും ചെയ്യും. നമുക്കറിയാം 2 കണ്ണുണ്ടായിട്ട് നമുക്കിന്ന് സമൂഹത്തിൽ ജീവിക്കുന്നതിന് പാടാണ്. അപ്പോൾ നമ്മുടെ കണ്ണിന് കാഴ്ചയും കൂടി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആലടി ഹെൽത്ത് ഇൻസ്പെക്ടർ ജേസൺ സി ജോർജ്, JPHന്മാരായ എബിയമോൾ, നിഷ CM എന്നിവർ നേതൃത്വം നൽകി. ഇടുക്കി രൂപത തീർത്ഥാടന കേന്ദ്രമായ എഴുകംവയൽ കുരിശുമലയിൽ ആദിവള്ളി ആചരണത്തിന്റെ ഭാഗമായി നാളെ രാവിലെ 10 മണിക്ക് ജപമാലയും തുടർന്ന് ദിവ്യബലിയും വചനപ്രഘോഷണവും നേർച്ച സദ്യ വിതരണവും ഉണ്ടായിരിക്കുമെന്ന് കുരിശുമല തീർത്ഥാടക ദൈവാലയ റെക്ടർ ഫാദർ തോമസ് വട്ടമല അറിയിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ മാങ്ങാപ്പാറക്കുടിയിലേക്ക് വാഹനങ്ങൾ എത്തണമെങ്കിൽ പുഴ മുറിച്ചു കടക്കണം. പുഴയ്ക്ക് കുറുകെ പാലം വേണമെന്ന ആദിവാസി കുടുംബങ്ങളുടെ ആവശ്യം ഇനിയും അധികൃതരുടെ ചെവികളിൽ എത്തിയിട്ടില്ല. കോളനിയിലേക്കുള്ള യാത്രാമധ്യേ പുഴയ്ക്ക് കുറുകെ ഗതാഗതം സാധ്യമാകും വിധം ഒരു പാലം നിർമ്മിക്കണമെന്നാണ് പ്രദേശവാസികളുടെ കഴിഞ്ഞ കുറെ നാളുകളായുള്ള ആവശ്യം. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി ഇടങ്ങളിൽ ഒന്നാണ് മാങ്ങാപ്പാറക്കുടി. കുടിയിലേക്ക് വാഹനങ്ങൾ എത്തണമെങ്കിൽ പുഴ മുറിച്ചു കടക്കണം. പാലം നിർമ്മിക്കണമെന്നാവശ്യമുയരുന്ന പുഴയ്ക്ക് കുറുകെ കാൽനട യാത്ര മാത്രം സാധ്യമാകുന്ന ഒരു നടപ്പാലമുണ്ട്. വേനൽക്കാലത്ത് വാഹനങ്ങൾ പുഴയിലൂടെ അക്കരെ ഇക്കരെ കടക്കും. എന്നാൽ മഴക്കാലത്ത് യാത്ര പ്രതിസന്ധിയിലാകും. ഈ സാഹചര്യത്തിലാണ് വാഹന ഗതാഗതം സാധ്യമാകും വിധം പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കണമെന്ന ആവശ്യമുയരുന്നതെന്ന് കുടിനിവാസികൾ പറയുന്നു. ഇവിടെ മഴക്കാലം പിടിച്ചു കഴിഞ്ഞാൽ ഈ ആറ് കടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിനപ്പുറം 10-50 വീടുകൾ താമസിക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അടിമാലിക്ക് ആശുപത്രി കൊണ്ടുപോകാൻ ഇവിടുന്ന് പുഴ എടുത്തു വേണം കടക്കാനെന്ന് പറയും.
കുടിയിൽ നിന്നും ആനക്കുളത്തെത്തിയാണ് കുടി നിവാസികളുടെ പുറം ലോകത്തേക്കുള്ള യാത്ര. ആനക്കുളത്തു നിന്നും പരിമിതമായ യാത്രാ സൗകര്യമേ മാങ്ങാപ്പാറയിലേക്കുള്ളൂ. മഴക്കാലത്താണ് പാലമില്ലാത്തതിന്റെ കുറവ് ആദിവാസി കുടുംബങ്ങളെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്. മഴ കനത്താൽ കുട്ടികളുടെ സ്കൂൾ യാത്രയും ആശുപത്രിയിലെത്താനുള്ള രോഗികളുടെ യാത്രയുമൊക്കെ ക്ലേശകരമാകും. മഴക്കാലത്തെ തങ്ങളുടെ യാത്രാ ക്ലേശത്തിന് പരിഹാരം കാണാൻ പുഴയ്ക്കു കുറുകെ വാഹനം കയറും വിധം ഒരു പാലം നിർമ്മിക്കണമെന്ന ആവശ്യം കുടിനിവാസികൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കൊക്കോ സ്പൈസസ് ഏലക്ക ലേല വിവരം. ആകലോട്ട് 58, വിൽപ്പനയ്ക്ക് വന്നത് 13,118, വിൽപ്പന നടന്നത് 13,118. കൂടിയ വില 3,136, ശരാശരി വില 2,174. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 670 രൂപ, ഏലം കൂടിയ വില 2,100, ഏലം ശരാശരി വില 1,800. കാപ്പിപ്പരിപ്പ് 350, ഗ്രാമ്പു 975, കൊക്കോ 130, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,700 രൂപ, വെള്ളി 97. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. നഗരസഭാ ചെയർമാൻ സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടണമെന്ന CPM നിർദ്ദേശം തള്ളി തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ്. രാജിവെച്ചാൽ താൻ അഴിമതിക്കാരനെന്ന് മുദ്ര കുത്തപ്പെടും. രാജിവെക്കാതെ നിരപരാധിത്വം തെളിയിക്കുമെന്നും സനീഷ് ജോർജ്. അതേസമയം CPM സനീഷ് ജോർജിന് സംരക്ഷണം ഒരുക്കുകയാണെന്ന കോൺഗ്രസ്. ആസ്പിരേഷണൽ ബ്ലോക്ക് പദ്ധതിയുടെ ഭാഗമായി ദേവികുളം അഴുത ബ്ലോക്കുകളിൽ നടപ്പിലാക്കുന്ന സമ്പൂർണത അഭിയാന്റെ ജില്ലാതല ഉദ്ഘാടനം ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നടന്നു. നീതി ആയോഗ് യങ് പ്രൊഫഷണൽ ദാമിനി യാദവ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സമ്പൂർണത അഭിയാൻ പദ്ധതിക്ക് രൂപം നൽകിയത് 6 ഘടകങ്ങൾ മാനദണ്ഡമാക്കി 3 മാസത്തിനുള്ളിൽ ലക്ഷ്യം നേടുന്നതിന്. ഒഴിപ്പിക്കൽ നടപടികൾക്ക് പിന്നാലെ പൂപ്പാറയിൽ വീണ്ടും വിവാദങ്ങൾ. ഓട്ടോ സ്റ്റാൻഡ് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി വ്യാപാരികൾ കോടതിയെ സമീപിച്ചതോടെ ജീവിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യവുമായി ഓട്ടോ തൊഴിലാളികൾ. മൂന്നാർ ടൗണിലും പരിസര പ്രദേശങ്ങളിലും തെരുവ് നായ ശല്യം രൂക്ഷം. നായ്ക്കൾ ഭീതി പടർത്തി അലഞ്ഞു നടക്കുന്നത് രാപ്പകൽ വ്യത്യാസമില്ലാതെ. നായ്ക്കൾ ഇരുചക്ര വാഹനങ്ങൾക്ക് കുറുകെ ചാടുന്നത് അപകട സാധ്യത ഉയർത്തുന്നു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.